SS മെഡിക്കൽ സെന്ററും തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി നടത്തുന്ന ഹൃദയവും ഹൃദയ ആരോഗ്യം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് SS മെഡിക്കൽ സെന്ററിലെ സീനിയർ കാർഡിയോളജി കൺസൾട്ടന്റ് ആയ ഡോക്ടർ ജോസ് ചാക്കോയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഹൃദ്രോഗം? അതിന്റെ കാരണങ്ങൾ ഏതെല്ലാം ഒന്ന് വിശദീകരിക്കാമോ? ഈ അടുത്ത 29-ാം തീയതി വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്ന സമയത്ത് ഹൃദയാരോഗ്യത്തെപ്പറ്റി ഏതാനും വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് സാധിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഈ ഹൃദയം ചെയ്യുന്ന ജോലി എത്ര കഠിനമാണെന്ന് മനസ്സിലാക്കുക. ദിവസത്തിൽ 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ, അത് 10 വർഷമാകാം, 100 വർഷമാകാം, ഇത്രയധികം കാലഘട്ടത്തിലേക്ക് ഒരു നിമിഷം പോലും വിശ്രമമെടുക്കാതെ നിരന്തരമായി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. മറ്റേതൊരു യന്ത്രത്തിനോ ഏതൊരു അവയവത്തിനോ ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് ഹൃദയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയം പ്രധാനമായും ഒരു പമ്പ് ആണ്. പമ്പ് വർക്ക് ചെയ്യുന്നതിന് എനർജി ആവശ്യമാണ്, അതിന് വേണ്ട ന്യൂട്രീഷൻ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, ശരീരത്തിലെ മറ്റവയവങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും ന്യൂട്രീഷനും സപ്ലൈ ചെയ്യാൻ വേണ്ടി രക്തം പമ്പ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഹൃദയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ എനർജി ഹൃദയത്തിന് കിട്ടുന്നത് ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ കൂടിയാണ്. ഹൃദയത്തിന് ആരോഗ്യകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൃദ്രോഗത്തിന് കാരണമായ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഹൈ കൊളസ്ട്രോൾ, ഹൈ ബ്ലഡ് പ്രഷർ, സ്മോക്കിംഗ്. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ നോർമൽ കൊളസ്ട്രോളായി നാം പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട ആവശ്യമായ കൊളസ്ട്രോൾ ലെവലായിട്ട് നാം പരിഗണിക്കുന്നത് അതിലെ LDL ഘടകത്തിൻ്റെ ലെവലാണ്. LDL ഘടകം 100 മില്ലിഗ്രാം ആണ് സാധാരണഗതിയിൽ മറ്റ് രോഗങ്ങളോ അല്ലെങ്കിൽ ഹാർട്ട് അസുഖങ്ങളോ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ട LDL ലെവൽ. അതേസമയം ഹാർട്ടിൻ്റെ അസുഖങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചവർക്കോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി മുതലായ ചെയ്ത രോഗികൾക്കോ അവരുടെ കാര്യത്തിൽ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും, അവർക്ക് വേണ്ട LDL ലെവൽ 55 ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. HDL ലെവൽ നമുക്ക് കാര്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭാഗമാണ്. സ്ത്രീകളിൽ 50-ഉം പുരുഷന്മാരിൽ 40-ഉം ആണ് അതിൻ്റെ ലെവലായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ആഗിരണം ചെയ്ത് ഉണ്ടാകുന്ന ഒരു വസ്തുതയല്ല. കൊളസ്ട്രോൾ ശരീരത്തിൽ ലിവർ സിന്തസൈസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പംശം അത് വിഘടിച്ച് ഫാറ്റി ആസിഡ്സ് ആയി മാറി, ആ ഫാറ്റി ആസിഡ്സിൽ നിന്നും ലിവർ ആണ് കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊളസ്ട്രോൾ അമിതമായി പോകാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജന്മനാ തന്നെ നമ്മളുടെ മെറ്റബോളിസത്തിൻ്റെ നിയന്ത്രണം ഈ രീതിയിലായി, കൊളസ്ട്രോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലായി പോകുന്നു. അതിന് നമുക്ക്
പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. 2, നമ്മുടെ ഭക്ഷണത്തിൽ നാം അമിതമായി കൊഴുപ്പ് കലർന്ന ഭക്ഷണ സാധനങ്ങളും കഴിക്കുമ്പോൾ ശരീരം ആ കൊഴുപ്പുകളെ കൊളസ്ട്രോളായി കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ സാധാരണഗതിയിലെത്തിക്കാം, അല്ലെങ്കിൽ നോർമൽ ലെവലിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിന് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണരീതി അമിതമായ കൊഴുപ്പുള്ള ആഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, കൂടുതൽ റെഡ് മീറ്റ്സ്, ചുവപ്പ് നിറത്തിലുള്ള ഇറച്ചി ഉള്ള മാംസങ്ങൾ, ജങ്ക് ഫുഡ്സ്. പലപ്പോഴും നാം നേരിട്ട് നോക്കിയാൽ കൊഴുപ്പൊന്നും കാണാത്ത ഒത്തിരി ഭക്ഷണ സാധനങ്ങളുണ്ട്. അവയെല്ലാം വറുത്ത് വളരെ ഭംഗിയുള്ള പാക്കറ്റുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളാണ്. അവയിലുള്ള കൊഴുപ്പുകളും നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കൊളസ്ട്രോളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ അത്തരം ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കാവുന്ന ഭക്ഷണങ്ങൾ പ്രധാനമായും ചുവപ്പ് നിറത്തിലല്ലാത്ത മാംസങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൗൾട്രി അല്ലെങ്കിൽ ഫിഷ്, പ്രത്യേകിച്ചും കടൽ മത്സ്യങ്ങൾ, മത്തി, ചാള, അയല തുടങ്ങിയ ചെറു മത്സ്യങ്ങൾ. ഇവ കൊളസ്ട്രോൾ അധികം ഉണ്ടാകാതിരിക്കാൻ നമ്മെ സഹായിക്കും. ഇതുകൂടാതെ വ്യക്തികൾ ശരിയായ രീതിയിലുള്ള ജീവിതശൈലി, അതായത് എക്സർസൈസ്, അതുപോലെ തന്നെ മറ്റ് ആൽക്കഹോൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, സ്മോക്കിങ്ങിനെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു ജീവിത രീതി പ്രാവർത്തികമാക്കേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്. കൊളസ്ട്രോൾ കുറയാൻ ഭക്ഷണക്രമം കൊണ്ട് മാത്രം എപ്പോഴും സാധിക്കത്തില്ല. നമുക്ക് പലതരം മരുന്നുകളുടെ സഹായവും തേടേണ്ടി വരും. മരുന്നുകളുടെ ഇടയിൽ പ്രധാനമായും ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു കൂട്ടം മരുന്നുകളാണ്. സ്റ്റാറ്റിൻ്റെ കൂട്ടത്തിൽ 3-4 വിവിധതരം സ്റ്റാറ്റിനുകളുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. സ്റ്റാറ്റിൻ ഒരു ഡോക്ടർ പറയുന്നതനുസരിച്ച് ഉപയോഗിക്കേണ്ട മരുന്നാണ്. ഇങ്ങനെ സ്റ്റാറ്റിൻ്റെ ഉപയോഗവും ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലുമുള്ള നിഷ്ഠയോടുകൂടിയുള്ള ജീവിതക്രമവും കൊളസ്ട്രോൾ രക്തത്തിൽ കുറയ്ക്കാൻ നമ്മെ സഹായിക്കും. ഡോക്ടർ, ഈ ഹൃദയ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് നെഞ്ചുവേദന എന്ന് പറയുന്നത്. പലപ്പോഴും ഈ നെഞ്ചുവേദന വരുമ്പോൾ അത് ഗ്യാസ് ആണോ, പേശിവേദനയാണോ, ഹൃദയാഘാതമാണോ എന്ന് തിരിച്ചറിയാതെ ധാരാളം സമയം വൈകി ചികിത്സ നേടുന്നവരുണ്ട്. ഇവയുടെ ലക്ഷണങ്ങൾ വേർതിരിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചുവേദന തന്നെയാണ്. ഈ നെഞ്ചുവേദന പലപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ കാണുന്ന പോലെ ടിപ്പിക്കലായിട്ട് വരാറില്ല. കൃത്യമായി നെഞ്ചുവേദനയെപ്പറ്റി പറയുന്നത് നെഞ്ചിൻ്റെ നേരെ നടുഭാഗത്ത് ഒരു മുഷ്ടി ചുരുട്ടി വെച്ചാൽ അത്രയും ഭാഗത്ത് ശക്തമായ വേദന, ആ വേദന അവിടെ നിന്ന് വ്യാപിച്ച് നെഞ്ചിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകും.
താഴോട്ട് എപ്പിഗാസ്ട്രിയം എന്ന് പറയുന്ന വയറിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകാം. ഷോൾഡേഴ്സ്, ഇടത്തെ ഷോൾഡർ എന്നാണ് എപ്പോഴും നമ്മുടെ സങ്കല്പം. അങ്ങനെ മാത്രമല്ല, വലത്തെ ഷോൾഡറിലും ചിലപ്പോൾ വേദന ഉണ്ടാകാം. താടിയല്ല്, കീഴ്ത്താടിയല്ല്, പെടലി, ഇവിടങ്ങളിലേക്കെല്ലാം ഈ നെഞ്ചുവേദന പകരാം. ഈ നെഞ്ചുവേദനയോടൊപ്പം പലപ്പോഴും സ്വെറ്റിംഗ്, വിയർപ്പ്, ചിലപ്പോൾ മോഹാലിസപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ്, ഇതൊക്കെയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകാം. ഈ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കിൻ്റെ തന്നെയാണെങ്കിൽ പലപ്പോഴും ആൾ മോഹാലിസപ്പെട്ടു പോകും, അല്ലെങ്കിൽ മലമൂത്ര വിസർജനങ്ങൾ ആ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷനാണ് നാം അഭിമുഖീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നെഞ്ചുവേദന എപ്പോഴും ഇത്രയും ശക്തിയുള്ളതാണെന്നില്ല. ഇതിൻ്റെ ഒരു കുറഞ്ഞ ഗ്രേഡിൽ പലപ്പോഴും നെഞ്ചുവേദന തുടങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ അത് വേദന വർദ്ധിക്കുക, അങ്ങനെ അനുഭവപ്പെടാം. പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക, ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ ഒരു നല്ല ശതമാനം ആൾക്കാരും ഈ വേദന ഗ്യാസ് ആണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്ത് പോകാൻ താമസം എടുത്തതായിട്ടാണ് കാണുന്നത്. ഗ്യാസ് എന്നൊരു ഡയഗ്നോസിസ് മോഡേൺ മെഡിസിനിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വേദനയും ഗ്യാസ് എന്ന് പറയാൻ പാടില്ല. വേദനയുണ്ടെങ്കിൽ വേദന എന്ന് മാത്രം പറഞ്ഞാൽ മതി. പലരും, പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഗ്യാസ് എന്നുള്ള പ്രയോഗത്തിലൂടെ മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. നെഞ്ചുവേദനയുടെ പ്രധാന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ നെഞ്ചുവേദന വരുന്ന വേറൊരു സാഹചര്യമുണ്ട്. നാം എന്തെങ്കിലും ശാരീരികമായ ജോലി ചെയ്യുമ്പോൾ, അധ്വാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നടക്കുമ്പോൾ, കയറ്റം കയറുമ്പോൾ, സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് നെഞ്ചിൽ അനുഭവപ്പെടുന്നൊരു വേദനയുണ്ട്. ആ വേദനയാണ് അഞ്ചൈന എന്ന് പറയുന്നത്. ഈ അഞ്ചൈന പ്രത്യേകിച്ചും എഫേർട്ട് അഞ്ചൈന, അതായത് നമ്മൾ ജോലി എക്സർസൈസ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന അഞ്ചൈന, നാം അല്പസമയം വിശ്രമം എടുത്താൽ ആ നെഞ്ചുവേദന അങ്ങ് ശമിക്കും. അതിനെയാണ് എഫേർട്ട് അഞ്ചൈന എന്ന് പറയുന്നത്. ഈ എഫേർട്ട് അഞ്ചൈന പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ മുന്നോടിയായ ഒരു വാർണിംഗ് സിംറ്റമാണ്. ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ അതേ പ്രാധാന്യം എഫേർട്ട് അഞ്ചൈനയ്ക്കുമുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും താമസിയാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗമുണ്ടെങ്കിൽ അത് വരും തലമുറയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണോ? ആണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര നാൾ കൂടുമ്പോഴാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ ജനിതക ഘടന ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുതലായി ഉണ്ടാകുന്നതിനൊരു കാരണമാണ്. ദർ ഇസ് എ കണ്ടീഷൻ, ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ. അത് ജീൻസിൽ കൂടി നമുക്ക് വന്നു ഭവിക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷനാണ്. ഇതിൻ്റെ പല ഗ്രേഡ്സ് ഉണ്ട്. ചിലർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ട്. ചിലർക്ക് അത്ര തന്നെ സീരിയസ് അല്ലാത്ത രീതിയിൽ അത് അനുഭവപ്പെടാറുണ്ട്. ഇതൊരു പ്രധാന കാരണമാണ്. കുടുംബങ്ങളിൽ ഹാർട്ട് അറ്റാക്കുകൾ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അതുകൂടാതെ തന്നെ പാരമ്പര്യം മറ്റു പല ഘടകങ്ങളിലും ഉണ്ട്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ മുതലായ റിസ്ക് ഫാക്ടേഴ്സ് പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ
പാരമ്പര്യം അതിനും ഒരു കാരണമാണ്. ഈ കാരണങ്ങളെല്ലാം തന്നെയും ഹൃദ്രോഗം വരാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. പാരമ്പര്യത്തിന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യാനോ മാറ്റാനോ ചികിത്സിക്കാനോ സാധ്യമല്ല. പക്ഷേ പാരമ്പര്യം കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ കൊളസ്ട്രോളീമിയ, അതിന് ഫലപ്രദമായ ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. കുറേ നാൾ മുമ്പ് വരെ കൊളസ്ട്രോൾ ലെവൽ 400, 500, 600 ആ ലെവലിൽ പോകുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അവരുടെ കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനൊക്കെ മരുന്നുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ മരുന്നുകൾ നമുക്ക് അവൈലബിളായിട്ടുണ്ട്. പക്ഷേ അവയുടെ വില വളരെ പ്രോഹിബിറ്റീവാണ്. എന്തായിരുന്നാലും ഭാവിയിൽ ഇത്തരം മരുന്നുകൾ അത്രയധികം വില കൊടുക്കാതെ നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ഹെൽത്തി ആയിരിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് വിപണിയിൽ പല പേരിൽ അറിയപ്പെടുന്ന സപ്ലിമെന്റ്സുകൾ സ്വയം വാങ്ങിച്ച് കഴിക്കൂ എന്നത്. ഇതൊരു ശരിയായ പ്രവണതയാണോ ഡോക്ടർ? സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിരുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിൽ വൈറ്റമിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉള്ള കാലം, പ്രോട്ടീൻ കുറവുള്ള കാലം, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ കാര്യം പറഞ്ഞാൽ പൊതുവെ സമൃദ്ധമായ ആഹാരം, വളരെ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെയാണ് പലരും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് സപ്ലിമെൻറ്റ്സിൽ വലിയ പ്രയോജനമൊന്നുമില്ല. ഇവിടെ പറഞ്ഞ ഒരു പ്രത്യേക സപ്ലിമെൻ്റ് ഒമേഗ 3 കാര്യം പറഞ്ഞു. ഒമേഗ 3 എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡേഷനായിട്ട് ഏതെങ്കിലും ഒരു കാർഡിയോളജിക്കൽ സൊസൈറ്റി റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതേസമയം അതുപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. ഒമേഗ 3 ഉപയോഗിച്ച് നമ്മുടെ രോഗ പ്രതിരോധം നടത്തുന്നതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും നാം പലപ്പോഴും ചെയ്യാൻ മറക്കും. ഉദാഹരണമായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഭാരം നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ, പുകവലി നിർത്തുകൾ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ഭക്ഷണക്രമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം കൊഴുപ്പുകളൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക, ഈ വക കാര്യങ്ങളാണ് ഒമേഗ 3യെക്കാട്ടിലും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഒരു റെക്കമെൻഡേഷൻ എന്ന നിലയിൽ ഒമേഗ 3 ഉപയോഗിക്കാൻ പറയാൻ സാധിക്കത്തില്ല. അതേസമയം ഒമേഗ 3 ഉള്ള ചില ഭക്ഷണഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറുമീനുകൾ, കടൽ മീനുകൾ, ചാള തുടങ്ങിയ അല്ലെങ്കിൽ അയല, അതുപോലെയുള്ള മീനുകൾ ഭക്ഷിച്ചാൽ നമുക്ക് ഒമേഗ 3 ആവശ്യത്തിന് കിട്ടും. ഈ കാലഘട്ടത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്നത് കൂടി വരികയാണ്. ഒരു റിസ്ക് ഫാക്ടറോ ലൈഫ് സ്റ്റൈൽ ഡിസീസോ ഇല്ലാത്തവർ പോലും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ചുരുക്കം പേരിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് വളരെ ഏറെയാണ്. ഇതിനൊക്കെ കാരണങ്ങൾ എന്തായിരിക്കും ഡോക്ടർ? യാത്രക്കിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത പലരും വായിച്ചിട്ടുണ്ടാകും. ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്നു, ഉറക്കത്തിൽ മരിക്കുന്നു. ഇതൊക്കെ വളരെ സാധാരണമാണ് ഈ കാലത്ത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൽ ഹൃദയ സംബന്ധമായ കാരണങ്ങളുണ്ട്, അല്ലാത്ത കാരണങ്ങളുമുണ്ട്. ഹൃദയ സംബന്ധമായ കാരണങ്ങൾ പ്രധാനമായും ഹാർട്ടിൻ്റെ താളക്രമം തെറ്റിപ്പോവുക, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ മുതലായ താളം തെറ്റൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ കുഴഞ്ഞു വീഴൽ ഉണ്ടാകുന്നത്. ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ആദ്യത്തെ ലക്ഷണമായി പലപ്പോഴും കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് മനസ്സിലാകാറുണ്ട്. കുഴഞ്ഞു വീഴുന്നതിന് കാരണങ്ങൾ പലതാണെങ്കിലും
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദ്രോഗം തന്നെയാണ്. അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ആദ്യ ലക്ഷണമായി വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഉണ്ടാവുകയും അവിടെ തന്നെ ഇരിക്കുന്ന സീറ്റിൽ അല്ലെങ്കിൽ നടന്നു പോകുന്നതിനിടെ മോഹാത്സപ്പെട്ട് വീണ് മരിക്കും. ഇതല്ലാതെ ഹൃദയത്തിൻ്റെ താളക്രമങ്ങൾ തെറ്റിപ്പോകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ജന്മന അല്ലെങ്കിൽ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധാരണ അത്ര അസാധാരണമല്ലാത്തതുണ്ട്. അതിലൊന്നാണ് ചില കാർഡിയോമയോപ്പതികൾ, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ. ഹാർട്ടിൻ്റെ മസിൽ അനിയന്ത്രിതമായി കട്ടിവെച്ച് പോവുക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽ വളരെ ബലം കുറഞ്ഞ് പാട പോലെ ആയി പോവുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാർഡിയോമയോപ്പതി ഉള്ളവർക്ക് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൂടാതെ പ്രത്യേകിച്ചും കുട്ടികളിൽ ചില ജനറ്റിക് രോഗങ്ങളുണ്ട്, ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്നത്. അവയുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നാം പോകേണ്ട കാര്യമില്ല. കുഴഞ്ഞു വീഴലിൻ്റെ പ്രധാന കാരണം ഹൃദ്രോഗം തന്നെയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ഇവിടെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. അതേസമയം ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. കുഴഞ്ഞു വീഴുന്ന വ്യക്തിക്ക് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ പറ്റും? അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉടൻ തന്നെ CPR കൊടുക്കുക എന്നുള്ളതാണ്. CPRന് ശേഷം കഴിയുന്നതും വേഗം രോഗിയെ ആശുപത്രിയിലെത്തിക്കുക. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ വന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും റോബോട്ടിക് സർജറിയെക്കുറിച്ചും ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? ഹൃദയത്തിനെ സംബന്ധിച്ചിടത്തോളം നൂതനമായ പല ചികിത്സാ രീതികളും വന്നിട്ടുണ്ട്. മിക്കതും കത്തീറ്റർ ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നേരത്തെ നെഞ്ചു തുറന്ന് ഉള്ള ഓപ്പറേഷൻ മൂലം ചെയ്തിരുന്ന പല സർജറികളും ഇന്നിപ്പോൾ അതില്ലാതെ കത്തീറ്ററിൽ കൂടെ നമുക്ക് അതേ ഫലം ചെയ്യാൻ കിട്ടുന്ന രീതിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വാൽവുകളുടെ മാറ്റിവയ്ക്കൽ. വാൽവ് ഒരു കാലത്ത് മാറ്റിവയ്ക്കണമെങ്കിൽ നെഞ്ച് തുറന്നുള്ള ഓപ്പൺ ഹാർട്ട് സർജറിയിൽ കൂടെ സാധിക്കുകയുള്ളായിരുന്നു. ഇന്നിപ്പം ഒരു പ്രധാന വാൽവായ അയോർട്ടിക് വാൽവ്, അത് കത്തീഡ്രൽ കൂടി പുതിയ വാൽവ് അവിടെ സ്ഥാപിക്കാൻ സാധിക്കുന്നു. പല സർജറികളും, ഉദാഹരണമായി വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് മുതലായ ഹൃദയത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാൻ മുമ്പ് കാലത്ത് സർജറി ആയിരുന്നു നാം ആശ്രയിച്ചിരുന്നത്. ഇന്നിപ്പോൾ അവയെല്ലാം ഡിവൈസ് കൊണ്ട് കത്തീഡ്രൽ കൂടെ പുറമെ നെഞ്ച് തുറക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. മൈട്രൽ വാൽവ് ഒരു കാലത്ത് റീപ്ലേസ് ചെയ്തിരുന്നു, അതായത് ഓപ്പറേറ്റ് ചെയ്ത് പുതിയ വാൽവ് വെക്കുമായിരുന്നു. ഇന്ന് ചിലരുടെ കാര്യത്തിലെങ്കിലും മൈട്രൽ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ട് ഓപ്പറേഷൻ കൂടാതെ കത്തീഡ്രൽ കൊണ്ട് അതിന് പരിഹാരമുണ്ടാകും. അങ്ങനെ ഒത്തിരി നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട്. റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് കുറേ കൂടെ മറ്റ് സർജിക്കൽ ഫീൽഡിലാണ് ആപ്ലിക്കബിളായിട്ടുള്ളത്. ഹാർട്ടിൻ്റെ കാര്യത്തിൽ റോബോട്ടിക് സർജറി അത്ര ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇതുവരെ രൂപം പ്രാപിച്ചിട്ടില്ല.
അതിന് പകരം മിനിമം ഇൻവേസീവ് സർജറി, അതായത് വളരെ ചെറിയ ഒരു ഇൻസിഷനിലൂടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷനുകൾ നടത്തുക, അതൊരു പുതിയ കാര്യമാണ്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ മുമ്പ് ചെയ്തിരുന്നത് ശരീരം തുറന്നായിരുന്നു. ഇപ്പോൾ കത്തീഡ്രൽ കൂടി പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ പോലും സാധ്യമാകും. നൂതന സാങ്കേതിക വിദ്യകളുടെയും പുതിയ മരുന്നുകളുടെയും സഹായത്തോടെ മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ കാർഡിയോളജി എന്ന വിഭാഗം ചെയ്തിട്ടുള്ള സേവനങ്ങൾ സ്തുത്യർഹമാണ്. വരും കാലങ്ങളിൽ ഈ വക നൂതന ആശയങ്ങളും നൂതന സംവിധാനങ്ങളും ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിലും ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൃദയവും ഹൃദയാരോഗ്യവും എന്ന വിഷയത്തെപ്പറ്റി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് SS മെഡിക്കൽ സെന്ററിലെ സീനിയർ കാർഡിയോളജി കൺസൾട്ടന്റ് ആയ ഡോക്ടർ ജോസ് ചാക്കോയാണ്. താങ്ക് യു സാർ.